ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്ക് ആട്ടോ. ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ട് കേക്ക്. ഇതിന് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പൂ കേക്കെന്നും പറയും, പിന്നെ വെട്ട് കേക്കെന്നും പറയും. ഇത് പൊരിച്ചെടുക്കുന്ന കേക്കാട്ടോ. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സെയിം ടേസ്റ്റിൽ, സെയിം ടെക്സ്ചറിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്രാവശ്യം മെഷർമെൻറ്റ് കാണിക്കുന്നത് ഗ്ലാസ്സിലാണ്. ഞാൻ ഒരു ഗ്ലാസ് 2 വട്ടം എടുത്തിട്ടുണ്ട്. മൈദ 2 ഗ്ലാസ് അളവിലെടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. അതിൽ 2 ഗ്ലാസ് അളവിൽ മൈദ ചേർക്കുക. അപ്പോൾ ഇത് കപ്പിൽ ഞാൻ അളന്ന് വെച്ചേക്കുന്ന കേട്ടോ, ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ. അപ്പോൾ 2 കപ്പ് അളവിൽ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്താൽ മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ ചുവന്ന കളർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബേക്കിംഗ് പൗഡർ ആട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണൊക്കെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞപ്പൊടിക്ക് പകരം കളറായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. മഞ്ഞപ്പൊടി ചേർത്താലും നല്ല അത്യാവശ്യം കളർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ക്രിസ്പിനെസ്സിനൊക്കെ കിട്ടാനായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണല്ല, അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ടീസ്പൂണായിട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി നിങ്ങളുടെ കയ്യിലിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഏലക്ക ഇട്ട് പൊടിച്ചാലും മതി. ഈ സമയം ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അതവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. പഞ്ചസാരയും കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. 5 ഏലക്കയും 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പൊടിച്ചെടുത്തു. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. 5 ടേബിൾ സ്പൂൺ 5.5 ടേബിൾ സ്പൂൺ കറക്റ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1 മുട്ടയാട്ടോ എടുത്തേക്കുന്നത്. കൂടുതൽ മാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 2 മുട്ട എടുക്കണം. ഇനി മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് പാൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മണമില്ലാത്ത ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ പാം ഓയിലാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, നടുക്കൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കുക. നടുക്ക് കുറച്ച് സ്പേസ് ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. ആ മിക്സ് ഞാൻ കുറച്ചായിട്ടാണ് ചേർത്തിട്ട് എന്തെങ്കിലും വ്യത്യാസം വന്നാലോ എന്ന് ഓർത്തിട്ടാണ് കുറച്ചായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന കമ്പനിയുടെ പൊടി ഏത് കമ്പനിയാണോ അതിൻ്റെയൊക്കെ വ്യത്യാസമാണെന്ന് വെച്ചാൽ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. വളരെ ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ 2 മുട്ട എടുക്കണം. ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള മുട്ടയാണ് എടുത്തിട്ട്. അപ്പോൾ ഇത് അവസാനം ഇങ്ങനെയാട്ടോ കിട്ടിയേക്കുന്നത്. ഇച്ചിരി കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വേണം. അതുകൊണ്ട് ഞാനിതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് മതിയാകും. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കണം, നല്ല സോഫ്റ്റ് ആവുന്നത് വരെ. അപ്പോൾ അതേ ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏലക്ക നന്നായിട്ട് ക്രഷ് ആയിട്ടില്ല. അത് കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് ക്രഷ് ആയാലും കുഴപ്പമില്ല, എന്നാലും മാക്സിമം ക്രഷാക്കി എടുക്കുക. അപ്പം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂക്കെടുക്കുന്നുണ്ട്, ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. അപ്പോൾ എണ്ണ തൂക്കിയിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈറ്റായിട്ടിരിക്കാൻ പറ്റിയ എന്തെങ്കിലും വെച്ചിട്ട് മൂടി വയ്ക്കാം. 2 മണിക്കൂർ കുറഞ്ഞത് വെക്കണം. കുറഞ്ഞത് 2 മണിക്കൂർ നേരത്തേക്ക് വെക്കാം. ഒരു 8 മണിക്കൂർ ഇരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇനി റെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ 2 പീസായിട്ട് ഞാൻ മുറിക്കുന്നുണ്ട്. ഇത് ഒരുമിച്ച് പരത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 2 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ 2 പീസാക്കിയില്ല, അതിൽ നിന്ന് 1 പീസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഉരുട്ടിയിട്ട് നമുക്ക് ഷേപ്പാക്കി കൊടുക്കണം. ഇത് നീളത്തിലാട്ടോ ആക്കേണ്ട ഷേപ്പ്. ഒരേ കട്ടിയിൽ എല്ലാ ഭാഗം ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വലുപ്പത്തിൽ ഇങ്ങനെ കുറച്ച് വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്യുന്നത്. അത്യാവശ്യം മീഡിയം വലുപ്പത്തിന്. ഇതിലും വലുത് വേണമെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്യുക. വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. 2 സൈഡും ഞാൻ മാറ്റുന്നുണ്ട് മുറിച്ച്, ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടി.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു പീസ് എടുത്തിട്ട് സൈഡിൽ നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് വരയണം. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. നടുക്ക് മുറിയാതെ സൈഡ് മാത്രം മുറിക്കണം, ഒരുപാട് മുറിക്കല്ല, അപ്പോൾ അത് പൊട്ടിപ്പോകും എണ്ണയിലേക്ക് ഇടുമ്പം. ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും, ഫ്ലവറിൻ്റെ ഷേപ്പിൽ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടാവട്ടെ, ഒരുപാട് ചൂടാവണ്ട, വെട്ടി തിളയ്ക്കണ്ട, ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ കുറച്ച് വെക്കണം, കാരണം ഇതിൻ്റെ ഉൾഭാഗം വേവത്തില്ല, അല്ലെങ്കിൽ പുറം മാത്രം കളർ മാറി വരും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ മറ്റേ രണ്ടാമത് നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുവിട്ട് വേവിക്കുക. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന രീതി വെച്ചിട്ട്. അപ്പം സൂക്ഷിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ എടുക്കുക കേട്ടോ, എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ വെട്ടിയേക്കും റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കാണാനും അതെ, കഴിക്കാനും അതെ കേട്ടോ. അപ്പം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ തമ്മിൽ എടുക്കാൻ വേണ്ടി മാറ്റിയതാണ്. അപ്പോൾ ഇനി ഇത് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഉള്ളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം കളറിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ.